ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രിഗ്നോമെട്രി എന്താണെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷനൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആവാൻ കാരണം എന്താണെന്നറിയോ? ഈ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു സംശയമാണ്, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? കുറെ റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു ഉത്തരവും കൂടെ ആവാം നമുക്കിത്. ഇതിന്റെ ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ എന്താ പറയാ, ഗുരുകുല വിദ്യാഭ്യാസം നടന്നിരുന്ന ടൈമിന് ഗുരുക്കന്മാരുടെ കുറെ ശിഷ്യന്മാർ കുറെ അളക്കും. അവരൊരു മൈൻഡിലൊരു കാൽക്കുലേഷൻ ആണ്. പുഴയുടെ വീതി അളക്കുക, മരത്തിന്റെ ഉയരം കാണുക. അതുപോലെ നിങ്ങളുടെ ഒരാളുടെ നിഴൽ ഉപയോഗിച്ച് എങ്ങനെ ഒരാളുടെ നിഴൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അയാളുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടു മുന്നിലുള്ള ബിൽഡിങ്ങിന്റെ ഒരു അപ്രോക്സിമേറ്റ് ഹൈറ്റ് അതിന്റെ നിഴൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലുള്ള ഒരു എന്താ പറയാ, ഒരു മരത്തിന്റെ മുകളിലുള്ള ഒരു കിളിയെ കാണുന്നു. അല്ലെങ്കിൽ നമ്മൾ നേരെ മുകളിൽ നിന്ന് താഴെ ഒരു കാറ് പോകുന്നത് കാണുന്നു. ഇതിന്റെ എല്ലാം സ്പീഡ് കണക്കാക്കാം, കാറ് പോകുന്നതിന്റെ സ്പീഡ് കണക്കാക്കാം, ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണക്കാക്കാം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷനിൽ വരുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ഒരു രസകരമായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടാണ് ട്രിഗ്നോമെട്രി കേട്ടോ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. ഇവിടെ പ്രധാനമായും ട്രിഗ്നോമെട്രി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈൻ ഓഫ് സൈറ്റ്. നമ്മൾ പൊതുവെ നേരെ കാണുന്ന ഒരു വ്യൂ, ഇതാ ഇവിടെ കണ്ടോ, ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് ഈ മുകളിലുള്ള, അല്ലെങ്കിൽ ഞാനൊരു തൊട്ട് മുന്നിലൊരു സ്ട്രീറ്റ് ലാമ്പ് കാണുന്നു. സ്ട്രീറ്റ് ലാമ്പിന്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഞാൻ മുകളിലേക്ക് നോക്കുന്നു. അപ്പൊ എന്റെ ഐ കോണ്ടാക്ട് എങ്ങോട്ടേക്കാണ്? ലാമ്പിലേക്കാണ്, സ്ട്രീറ്റ് ലാമ്പിലേക്കാണ്. അപ്പൊ എന്റെ ഐ കോണ്ടാക്ട് എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്തിരിക്കുന്നത് ആ ഒരു പോയിന്റിനാണെങ്കിൽ ആ ഒരു ലൈൻ ഓഫ് സൈറ്റ്, ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം. ഇനി ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് സർഫസിൽ നിൽക്കുകയാണ്. അപ്പൊ ഫ്ലാറ്റ് സർഫസിൽ നിൽക്കുമ്പോൾ എനിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നൊരു ലൈൻ, എങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നൊരു ലൈൻ, അതിനെയാണ് നമ്മൾ ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയാം. ഓക്കെ, ഹോറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ നോർമൽ എന്നൊക്കെ പറയും. ഓക്കെ, നോർമൽ ലൈൻ എന്നും ഹോറിസോണ്ടൽ ലൈൻ എന്നൊക്കെ പറയുന്നത് വേറൊന്നുമല്ല, നമ്മളുടെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയാം. നമ്മളൊരു സ്ലാൻഡഡ് സർഫസിലാണെങ്കിലോ അപ്പോഴും നമുക്ക് എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ലൈൻ ആയിരിക്കും എന്ത് വരിക, ഹോറിസോണ്ടൽ ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഹോറിസോണ്ടൽ ലൈൻ എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് എന്താന്ന് പറഞ്ഞാലോ, ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേക്കാണോ ഐ കോണ്ടാക്ട് കൊടുക്കുന്നത് ആ ഐ കോണ്ടാക്ട് കൊടുക്കുന്ന ലൈനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മള് വഴി കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് കണ്ടപ്പം നല്ല പെമ്പിള്ളേരൊക്കെ കാണുകയാണെങ്കിൽ ഇങ്ങനെ നോക്കും. എന്താണ് അതിന്റെ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ആണ്. നമ്മളൊരു കുട്ടിയെ നോക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു നായ്ക്കുട്ടീനെ നോക്കുന്നു, നല്ലൊരു കാറ് നോക്കുന്നു, ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള ഒരു കാറ് കാണുന്നു. വാവ്, നല്ല അടിപൊളി കാർ. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് അങ്ങോട്ടേക്കായിരിക്കും, ആ കാറിലോട്ട് മാത്രമായിരിക്കും. വേറെ പുറത്ത് എന്ത് നടന്നാലും എന്ത് ചെയ്യില്ല, കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഐ കോണ്ടാക്ട് കൊടുക്കുന്നത് എങ്ങോട്ടേക്കാണോ ആ ഒരു പോയിന്റിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് ഒരു ഇമാജിനറി ലൈൻ ആണെന്നത് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയ ലൈൻ ഓഫ് സൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിനോടൊപ്പം അതിനോടൊപ്പം നമ്മുടെ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ഹോറിസോണ്ടൽ ലൈൻ. അപ്പൊ എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് ഈസ് ദ ലൈൻ ഫ്രം ദ ഐ ഓഫ് ദ ഒബ്സർവർ. നമ്മളുടെ ഐയിൽ നിന്ന്, നമ്മുടെ കണ്ണിൽ നിന്ന്, ദ പോയിന്റ് ഓൺ ആൻ ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിലേക്ക് കാണുന്ന ഒരു ഒബ്സർവറിന്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ലൈൻ ഡ്രോൺ, ഒരു ഇമാജിനറി ലൈൻ ആണ്. ഓക്കെ, അതുപോലെ ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് എ ഹോറിസോണ്ടൽ ലെവൽ ഓഫ് ലൈൻ. അപ്പൊ നമ്മൾ നേരെ നോക്കുവാണെങ്കിൽ അത് ഹോറിസോണ്ടൽ ലൈൻ ആണ്. നമ്മളൊരു സ്ലാൻഡഡ് ലൈൻ നമ്മൾ മുകളിലോട്ടോ താഴോട്ടോ നോക്കുവാണെങ്കിൽ അത് നമ്മളുടെ ലൈൻ ഓഫ് സൈറ്റ് ആണ്, നമ്മൾ കാണുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ. നമ്മൾ ഹോറിസോണ്ടൽ ലൈനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ആംഗിൾ നമ്മൾ വേരിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ എപ്പോഴും നേരെ നോക്കി നടക്കുന്ന മനുഷ്യന്മാരാണോ? അല്ല. നമുക്ക് എപ്പോ വേണേലും എന്ത് ചെയ്യാം, നമുക്ക് പടച്ചോൻ അല്ലെങ്കിൽ
പടച്ച തമ്പുരാൻ നമ്മളുടെ കഴുത്തും കണ്ണും ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള കഴിവ് തന്നിട്ടുണ്ട് അല്ലേ. ഏതൊരു പോയിന്റിലേക്ക് വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കാണാം. നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാത്രമാണ് കാണാൻ പറ്റുന്നത് അല്ല, നമുക്ക് മുകളിലോട്ട് നോക്കാം, അതുപോലെ താഴ്പോട്ട് നോക്കാം അല്ലെ. അപ്സൈഡ് ആൻഡ് ഡൗൺ നോക്കാം, ലെഫ്റ്റ് ആൻഡ് റൈറ്റും നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ലൈൻ ഓഫ് സൈറ്റും നമ്മളുടെ ഹോറിസോണ്ടൽ ലൈനും തമ്മിൽ, നമ്മളുടെ ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇമാജിനറി ലൈനിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഹോറിസോണ്ടൽ ലെവലിനും ലൈൻ ഓഫ് സൈറ്റിനും ഇടയിലുള്ള ആംഗിൾ ആണ് നമ്മൾ ആംഗിൾ ഓഫ് എലവേഷൻ എന്നും ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ, എലവേറ്റ് ചെയ്യുന്ന കേട്ടാ നേരെ മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ മുകളിലോട്ട് കാണുന്നത് ലെവൽ ഓഫ് എലവേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ ഐസൈറ്റിന്റെ ലെവൽ ഇങ്ങനെ വരുന്ന എലവേറ്റ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ മുകളിലോട്ട് കയറി 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 പോവാണ്. അപ്പോൾ അതിന് പെർട്ടിക്കുലർ ആംഗിൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ആംഗിൾ ഓഫ് എലവേഷൻ ആണ്. ആംഗിൾ ഓഫ് എലവേഷൻ ഇസ് ദ റെലവെന്റ് ഫോർ ഒബ്ജെക്ട്സ് എബവ് ദി ഹോറിസോണ്ടൽ ലെവൽ. നമ്മൾ ഹോറിസോണ്ടൽ ലെവലിന് മുകളിലായിട്ട് കാണപ്പെടുന്നതെല്ലാം അത് എലവേറ്റ് ചെയ്ത് കാണുക എന്ന് പറയും. അല്ലെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ ആംഗിൾ വരുന്നതിന് എന്താ പറയാ, ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയും. ദ ആംഗിൾ ഫോംഡ് ബൈ ദ ലൈൻ ഓഫ് സൈറ്റ്. നമ്മൾ മുകളിലേക്കാണ് നോക്കുന്നെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എങ്ങോട്ടാ, മുകളിലോട്ടാണ്. ഓക്കെ, ഞാനിപ്പോ മുകളിലൊരു കിളിയെ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ മുകളിലൊരു എയറോപ്ലെയിൻ പോകുന്നത് കാണുന്നു. അപ്പൊ എന്റെ ലൈൻ ഓഫ് സൈറ്റ് എങ്ങോട്ടാ, നമ്മൾ നേരെ മുകളിലോട്ടാ നോക്കുക. അപ്പൊ ഈ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹോറിസോണ്ടൽ ലെവലിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ മെൻഷൻ ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് നോക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഹോറിസോണ്ടൽ ലെവലിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ഈ കാണുന്ന ഒബ്ജക്റ്റ് മുകളിലാണെങ്കിൽ, ഹോറിസോണ്ടൽ ലെവലിന് മുകളിലാണെങ്കിൽ അവിടെ നമുക്ക് ഈ കാണുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയാം. ഓക്കെ, എന്താണ് ആംഗിൾ ഓഫ് എലവേഷൻ? ക്ലിയർ? അപ്പോ എലവേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ഒബ്ജക്റ്റിന്റെ, അല്ലെങ്കിൽ മുകളിലായി കാണപ്പെടുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഹോറിസോണ്ടൽ ലൈനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന പെർട്ടിക്കുലർ ആംഗിളിനെ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. നമ്മൾ മുകളിലോട്ട് മാത്രമാണ് നോക്കുന്നത്, താഴോട്ടും നോക്കാം. ഓക്കെ, താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് എന്ത് ഡിപ്പെൻഡ് ചെയ്യാം, അതിനെ നമുക്ക് കൊടുക്കുന്ന ലെറ്റർ അല്ലെങ്കിൽ കൊടുക്കുന്ന വേർഡ് എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പോ മുകളിലോട്ട് കയറി പോകുന്നത് എന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ. താഴോട്ട് വരുന്നത് എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ മുകളിൽ നിൽക്കുന്ന ഒരു കിളി താഴെയുള്ള ഒരു എലിക്കുഞ്ഞിനെ കാണുന്ന ആ കിളിയുടെ ഹോറിസോണ്ടൽ ലെവൽ എന്താണ്, നേരെയുള്ള ലെവൽ ഹോറിസോണ്ടൽ ലെവലാണ്. അതിന് പെർട്ടിക്കുലർ ആംഗിൾ താഴ്പോട്ട് നോക്കുകയാണെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് നേരെ എങ്ങോട്ടേക്കാണ്, താഴോട്ടാണ്. താഴോട്ട് വരുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഇപ്പൊ എന്റെ വീടിന് ഒരു 3 നിലയുണ്ടെങ്കിൽ ഞാൻ 3-ാം നിലയിൽ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ പഠിക്കാനൊക്കെ ബുക്കൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പൊ ഇതാ പോകുന്ന താഴെ കൂടെ ഒരു നല്ലൊരു പെൺകുട്ടി ഞാൻ കാണുന്നു, ആഹാ കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ, അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നല്ലൊരു മീൻകരം വന്നിട്ട് ഓഹോയ് ഓഹോയ് എന്ന് പിടിച്ചോണ്ടിരിക്കും. അപ്പൊ അവരെ എന്ത് ചെയ്യും, ഞാൻ മുകളിൽ നിന്ന് ആ ആളെ താഴോട്ടാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു കാർ അല്ലെങ്കിൽ നല്ലൊരു ബൈക്ക് വന്ന് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുക, ആഹാ അടിപൊളിയാണല്ലോ, നല്ല രസമുണ്ടല്ലോ, ഞാൻ എങ്ങോട്ടാ നോക്കുന്നേ, താഴോട്ടാ നോക്കുന്നേ. അപ്പൊ എന്റെ ആംഗിൾ എങ്ങോട്ടേക്കാണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, താഴോട്ടാണ് ഞാൻ നോക്കുന്നത്. നേരെ അല്ല നോക്കുന്നത്. നേരെ നോക്കിയാൽ എന്റെ അപ്പുറത്തെ വീട്ടിൽ ഏതെങ്കിലും പൂക്കൾ പൂത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഏതെങ്കിലും നായ്ക്കുട്ടി ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ. നേരെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ നേരെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം വേറെ ഏതെങ്കിലും വീടൊക്കെ ആയിരിക്കും കാണാം. താഴെക്കൂടെ പോകുന്ന ആൾക്കാരും കാണാൻ പറ്റുമോ, ഇല്ല. ഈ താഴെക്കൂടെ പോകുന്ന ആൾക്കാരെ കാണണമെങ്കിലോ, താഴെക്കൂടെ പോകുന്ന വാഹനങ്ങൾ കാണണമെങ്കിലോ, താഴെക്കൂടെ പോകുന്ന മൃഗങ്ങളെയൊക്കെ കാണണമെങ്കിലോ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ താഴോട്ട് തന്നെ നോക്കണം. അവരാരും പറന്ന് മുകളിലോട്ട് വന്നിട്ട് എന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുകളിലോട്ട് കയറി നിൽക്കത്തൊന്നുമില്ല. അപ്പൊ എന്താ, നമ്മൾ നേരെ താഴോട്ട് തന്നെ നോക്കണം. അപ്പൊ എന്റെ ആംഗിൾ ഓഫ് വിഷൻ എല്ലാം എങ്ങോട്ടേക്കാണ്, പോയിന്റ് ഓഫ് വിഷൻ എങ്ങോട്ടേക്കാണ്, നേരെ താഴോട്ടാണ്. അപ്പൊ എന്റെ ഹോറിസോണ്ടൽ ലെവലിൽ നിന്ന് താഴോട്ട് പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടിൽറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നുണ്ട്, ഹെഡ് മൂവ് ചെയ്യുന്നുണ്ട്. ആ പെർട്ടിക്കുലർ ആംഗിൾ ആണ് നമുക്ക് എന്താന്ന് പറയാൻ പറ്റുക, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെങ്കിൽ ഈ സംഭവം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. ഓക്കെ,
അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ പറഞ്ഞു, ആംഗിൾ ഓഫ് ഡിപ്രഷൻ പറഞ്ഞു. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇസ് റെലവന്റ് ഫോർ ഒബ്ജെക്ട്സ് ബിലോ ദി ഹോറിസോണ്ടൽ ലെവൽ. നേരത്തെ ആംഗിൾ ഓഫ് എലിവേഷന്റെ കാര്യം എന്താ പറഞ്ഞത്, എബവ് ദി ഹോറിസോണ്ടൽ ലെവൽ ആണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ പറയുമ്പോഴത്തേക്ക് എന്താ, ബിലോ ദി ഹോറിസോണ്ടൽ ലെവൽ. ഇറ്റ് ഈസ് ആംഗിൾ ഫോംഡ് ബൈ ദ ലൈൻ ഓഫ് സൈറ്റ് വിത്ത് ദി ഹോറിസോണ്ടൽ ലെവൽ. നമ്മൾ ഹോറിസോണ്ടൽ ലെവലിൽ നിന്ന് ആംഗിൾ ഓഫ് സൈറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഗോട്ട് ഇറ്റ്. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ, ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും. ഓക്കെ, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ നിഴൽ ഉപയോഗിച്ചിട്ട് അയാളുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ നിഴൽ ഉപയോഗിച്ചിട്ട് ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എന്താ, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു, തൊട്ട് മുന്നിൽ ഒരു വലിയൊരു ബിൽഡിംഗ് കാണുന്നു, ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒരു അപ്രോക്സിമേറ്റ് ലെവലിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു പാറ്റേൺ ആണ് ഈ പറയുന്നത്. നമ്മൾ അതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈൻ ഓഫ് സൈറ്റ്, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണോ റെലവെന്റ് ആയിട്ട് ആവശ്യമുള്ളത് അല്ലെങ്കിൽ റെലവൻസ് ഉള്ളത് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഹൈറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ഞാനും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ എത്രത്തോളം രസകരമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാകും. ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് ദ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരാൾ നിന്നിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം കാണുന്നു. ഓക്കെ, അതെന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. മുകളിലേക്ക് നോക്കുകയാണ്. ആ മുകളിലേക്ക് നോക്കുമ്പോൾ എന്താണ്, എലവേറ്റ് ചെയ്ത് നോക്കുവാണ് അല്ലെ. എലവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, മുകളിലേക്ക് എലവേറ്റ്. നമ്മളെ പോയിന്റ് ഓഫ് വിഷൻ എങ്ങോട്ടാണ്, നേരെ മുകളിലോട്ടാണ്. അപ്പോ ഹോറിസോണ്ടൽ ലെവലിൽ നിന്ന് എലവേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ കാണുന്ന ആൽഫ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എങ്ങനെ മെൻഷൻ ചെയ്യാം, ഇറ്റ്സ് ആംഗിൾ ഓഫ് എലിവേഷൻ. എന്താണ് ഇത്, നമുക്ക് എന്ത് കൊടുക്കാം, ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് എലിവേഷന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ താഴെ നിന്ന് എന്റെ ഭയങ്കര ഉറ്റ ചങ്ങാതി, ഭയങ്കര സുഹൃത്താണ്, ഞാൻ അവനെ മുകളിൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട്, എടാ മോനെ വാ നമുക്ക് തിയേറ്ററിൽ പോവാം, നമുക്ക് ഇന്നത്തെ നല്ല അടിപൊളി സിനിമ നമുക്ക് കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ വേണ്ടി വരുക. താഴെ നിന്നിട്ട് എന്താണ്, ഈ ഹൈറ്റ്, ഈ ബിൽഡിങ്ങിന്റെ മുകളിലെ ബാൽക്കണിയിൽ ഇരിക്കുന്ന അവനെ ഞാൻ വിളിക്കാം, ആ മോനെ ഓടി വായോ വായോ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്താ, ഇവൻ ഇവിടെ നിന്ന് ഇവൻ എന്നെയും കാണുന്നുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഞാൻ അവനെയും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അവനെ കാണുന്നത് എന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഞാൻ എലവേറ്റ് ചെയ്ത് നോക്കുവാണ്. ഇനി അവൻ എന്നെ കാണുന്നതോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. അവൻ മുകളിൽ നിന്ന് അവൻ എന്നെ താഴോട്ടാണ് കാണുന്നത്. ഓക്കെ, അവന്റെ പോയിന്റ് ഓഫ് വ്യൂ താഴോട്ടാണ്, എന്റെ പോയിന്റ് ഓഫ് വ്യൂ മുകളിലോട്ടാണ്. ക്ലിയർ ആവുന്നുണ്ടോ, സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോ ഞാൻ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും സെയിം ആയിരിക്കും. എന്തെന്നാൽ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയാവോ? പാരലൽ ലൈൻസിൽ ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പഠിച്ചിട്ടുണ്ടോ? ഓൾട്ടർനേറ്റ് ആംഗിൾ ഒരു ട്രാൻസ്വേഴ്സലിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി കാണപ്പെടുന്ന ആംഗിൾസ് ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇവിടെ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ നിൽക്കുന്നു, എന്റെ ഹോറിസോണ്ടൽ ലെവൽ നേരെയാണ്, ഞാൻ നേരെ നോക്കുന്ന പോയിന്റിൽ നിന്ന് നേരെ എലവേറ്റ് ചെയ്ത് ഞാൻ മുകളിലോട്ട് ആ ചെറുക്കനെ കാണുന്നു. അവനാണെങ്കിലോ എ എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്നു, അവൻ എ എന്ന് പറയുന്ന പോയിന്റിൽ നിൽക്കുന്നു. ആ പോയിന്റിൽ അവന്റെ ലെവൽ ഓഫ് ഒബ്സർവേഷൻ നേരെയാണ്, അവൻ എന്നെ കാണുന്നതോ താഴോട്ട് നോക്കിയിട്ടാണ് അല്ലെ, അവനെങ്ങോട്ടാ, താഴോട്ടാണ് നോക്കുന്നത്. അപ്പോ ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഈ കാണുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ബീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ഈ ഹോറിസോണ്ടൽ ലെവലിലുള്ള ഈ രണ്ട് ലൈനും നോക്കുമ്പോൾ ഇത് രണ്ടും പാരലൽ ആണ്. അങ്ങനെ പാരലൽ ആയിട്ട് വരുമ്പോൾ ഈ ബീറ്റ, ഈ ആൽഫ, ഇത് രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും സെയിം ആയിരിക്കും. ഓക്കെ, അത് രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. If AC is the line of sight, BC is the distance between the observer and the object, AB is the height of the object, alpha, beta, angle of elevation and angle of depression. ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. സി എന്ന് പറയുന്ന പോയിന്റിൽ കാണുന്നെങ്കിൽ എ ബി ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിംഗിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, എന്നിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ബി സി. എ സി എന്ന് പറയുന്ന ലെവൽ ഓഫ് സൈറ്റ് ആണ്, അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ആണ്, ഞാൻ മുകളിലേക്ക് നോക്കുന്ന ലൈൻ ഓഫ് സൈറ്റ് ആണ്. എ ബി ആ ബിൽഡിംഗിന്റെ ഹൈറ്റ് ആണ്. ഇത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അവൻ എന്നെ നോക്കുമ്പോൾ ഉള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ബീറ്റ ആണ്. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, പിന്നെന്താ ലൈൻ ഓഫ് സൈറ്റ്, ഡിസ്റ്റൻസ്, ഹൈറ്റ്.
ഓക്കെ, ഹൈറ്റും ഡിസ്റ്റൻസും കണ്ടുപിടിക്കുന്നതിനുള്ള ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഡിസ്റ്റൻസ്, ഹൈറ്റ്, ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇമേജ് വന്നു കഴിഞ്ഞാൽ ഉടനെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും സെയിം ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം, ഇതിന്റെ ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? അത് തന്നെ, 0, 1/4, 1/2, എന്താ 3/4, 1. എങ്ങനെയാ? 0, 4, അര, 3/4, 1. സൈൻ എടുക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് എടുക്കണം. ഓക്കെ, 0യുടെ സ്ക്വയർ റൂട്ട് 0 ആണ്. 1/4ന്റെ സ്ക്വയർ റൂട്ട് 1/2 ആണ്. 1/2ന്റെ സ്ക്വയർ റൂട്ട് 1/√2 ആണ്. 3/4ന്റെ സ്ക്വയർ റൂട്ട് √3/2 ആണ്. 1ന്റെ സ്ക്വയർ റൂട്ട് 1 ആണ്. ഇനി ഇതൊരു റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ എന്താ? റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ, അതായത് സൈൻ എന്തായിരുന്നു അത് തിരിച്ചെഴുതിയാൽ കോസ് കിട്ടി. എന്താ? 1 1 തന്നെ. √3/2 √3/2, 1/√2 1/√2, 1/2 1/2, 0 0. സൈൻ അങ്ങോട്ട് എഴുതിയത് എന്താണോ അത് തിരിച്ച് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ കോസ് കിട്ടി. ഇനിയോ ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈനും കോസും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ടാനും കിട്ടും. 0 ഡിവൈഡ് ബൈ 1 0, 1/2 ഡിവൈഡ് ബൈ √3/2 1/√3, 1/√2 ഡിവൈഡ് ബൈ 1/√2 1, √3/2 ഡിവൈഡ് ബൈ 1/2 √3, 1 ഡിവൈഡ് ബൈ 0 നോട്ട് ഡിഫൈൻഡ്. കാരണം ഒരു നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഗോട്ട് ഇറ്റ്? അപ്പൊ അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ്, ലൈൻ ഓഫ് സൈറ്റ് എന്താണ്, പിന്നെന്താ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്താണ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒരുവിധം ബേസിക് ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്നുകൂടെ കണ്ടന്റ് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഈ വാല്യൂസ് മറക്കരുത് കേട്ടോ, ഈ വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറെ കാര്യങ്ങൾക്ക് വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈ പെർട്ടിക്കുലർ വാല്യൂ തരണമെന്നില്ല. സോ വി ഹാവ് ടു പ്രിപ്പയർ വിത്ത് ദിസ് പെർട്ടിക്കുലർ വാല്യൂസ് ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രിഗ്നോമെട്രി. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാം. So till then, see you soon. Bye bye.